മോഹൻലാലിനെ കുറിച്ച് പണ്ട് തിലകൻ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ സ്വതന്ത്രനാവണം. അതേപോലെ സ്വതന്ത്രനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് ചുറ്റും കുറേ എർത്തുകളുണ്ട്. ഈ എർത്തുകളൊന്നും എൻ്റെ പുറകെ വരണ്ട. പെരേര എന്നെ ഉപയോഗിച്ചാണ് കയറിയത്. അവൻ എനിക്കൊരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആട്ടായം 10,000 രൂപ എനിക്ക് തരാനുണ്ട്. ഇവന്മാരാരും എൻ്റെ വീട്ടിലും വരണ്ട, എൻ്റെ അടുത്ത് വരില്ല. പിന്നെ വിഷ്ണു കൊച്ചിക്കാരൻ അവൻ പിന്നെ ഒരു ഗുണം ചെയ്യണ്ട, അന്ന് ഒളിവിൽ കൊണ്ടുപോയെന്ന് 3,000 രൂപ ബർത്ത്ഡേ സെറ്റിന് ബാക്കി 1,500 അവൻ കൊണ്ടുപോകും. ഇങ്ങനെ കുറേ അടുത്തുകൾ. പിന്നെ ബ്രൈറ്റ് അവനാണ് ഏറ്റവും വലിയ കള്ളൻ. എന്നെയും പെരേര മാക്സിമം മുതലെടുത്ത ബ്രൈറ്റാണ്. അവൻ പെരേരയുടെ മലപ്പുറത്ത് മുഴുവൻ കാശ് കൊണ്ടുപോയി. ലോക കള്ളനാണ് അവൻ. എൻ്റെ കുറേ ഫുഡ് കുറേ രൂപ തിന്നുന്നുണ്ടോ. അവൻ വേറെ സിനിമയിൽ എന്നെ പെരേരക്ക് 3,000 രൂപ കൊടുത്തു, എനിക്ക് 1 രൂപ തന്നില്ല. എൻ്റെ വീട്ടിൽ ഷൂട്ട് ചെയ്ത് ടോയ്ലറ്റ് എല്ലാം വൃത്തിയിലാക്കിയിട്ട് പോയി, വീടിൻ്റെ മുകളിലാണ്. അത് കഴിഞ്ഞ് അവൻ ഇന്ന് വിളിച്ചിരിക്കുന്നു. രാവിലെ 7 മണി മുതൽ രാത്രി വൈകുന്നേരം 5 മണി വരെ 10 മണിക്കൂർ ഞാൻ അവനെ ഷൂട്ട് ചെയ്യണം. ഒരു റാപ്പ് സോങ്ങിന് കോമാളത്തെ കാണിക്കുന്ന. എന്നിട്ട് അതിൽ എനിക്ക് കിട്ടുന്നത് 2,500 രൂപ. ഞാൻ ഇപ്പോഴാ പറയാം, ഒരാൾ എൻ്റെ പുറകെ നടക്കണ്ട. എനിക്ക് സ്വതന്ത്രനാവണം. ഞാൻ ഇനി ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല. എൻ്റെ ഇല്ല. ഒരാൾ ഈ പറയുന്ന വിഷ്ണു കൊച്ചിക്കാരനോ ആട്ടായമോ പിന്നെ പെരേരയോ പിന്നെ ആരാണ് ബ്രൈറ്റോ ഇവരാരും എൻ്റെ പുറകെ വരണ്ട. എല്ലാവരും എന്നെ മുടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൂ. പെരേര ഒരുപാട് കാശിലാണ്. പെരേര കള്ളെവിടെ വെക്കാൻ പോയി എൻ്റെ കാശ് കൊണ്ടാണ്. എനിക്കിനി കളയാൻ കാശില്ല. എൻ്റെ അപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. ഞാനും അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് പോകുന്നത്. ഒരു തെണ്ടി എൻ്റെ പുറകെ വരണ്ട. ലാലേട്ടൻ സ്വതന്ത്രനാവണം എന്ന് തിലകൻ പറഞ്ഞിട്ടില്ലേ? ചുറ്റുമുള്ള ആളുകളായാലും നശിപ്പിക്കുന്ന. അതുപോലെ എന്നെ നശിപ്പിക്കുന്ന എന്നെ ചുറ്റുമുള്ള ആൾക്കാരാണ്. ഈ ട്രാൻസ്ജെൻഡർ കേസ് വരാൻ എല്ലാം കാരണം ഇതാണ്. ഇന്നാൾ ബർത്ത്ഡേ പാർട്ടി നടത്തിയപ്പോൾ അവിടെ വിനീതം എടുത്തൻ അവൻ എന്നോട് അല്പങ്ങൾ ആത്മഹത്യ ആ വഴക്കുണ്ടാക്കുമോ? ബ്രൈറ്റാണ് ഏറ്റവും വലിയ കള്ളൻ. ബ്രൈറ്റോ പെരേരയോ ആട്ടായമോ ആരും മറ്റേ പേരെന്താ കുറേ അണ്ണന്മാർ വിഷ്ണു കൊച്ചിക്കാൻ ആരും എൻ്റെ വീട്ടിലും വരണ്ട. എൻ്റെ അടുത്ത് പണം എത്ര രൂപമാർ ഊറ്റി തിന്നറിയോ? എൻ്റെ രൂപയുടെ എത്ര ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഇമാരാ? ഒരു ആത്മാർത്ഥതയില്ല. എർത്തുകൾ പണിയെടുത്ത് ജീവിക്കാൻ അവർക്ക് പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ JRF സ്കോളർഷിപ്പിനെ ഞാൻ കാശിലാക്കണം. ഈ ബർത്ത്ഡേ വിഷയം ഇതെല്ലാം ഞാൻ ഇമാരെല്ലാം കുറേ രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്തേക്ക് എൻ്റെ വീട്ടിലേക്കോ എൻ്റെ അടുത്തേക്കോ പെരേരയും വരണ്ട. എൻ്റെ അമ്മ ഇവർ തന്നെ പുറത്താക്കും. എൻ്റെ വീട്ടിലേക്ക് പെരേരയും വരണ്ട, ആട്ടായും വരണ്ട, മായുമൂങ്ങാറ്റുമൊഴിയും വരണ്ട, ബ്രൈറ്റും വേണ്ട, വിഷ്ണു കൊച്ചിക്കാനും വേണ്ട, ആരും വരണ്ട. എല്ലാവരും ഊട്ടിയിട്ടേ ഉള്ളൂ. ഒരു ആത്മാർത്ഥതയില്ല. ഒരാൾ ഈ പറയുന്ന ഒരു എർത്തുകൾ എൻ്റെ വീട്ടിലേക്ക് വരണ്ട.